അതായത് മുഴുവൻ പ്രതികൾക്കും ഒരേ ശിക്ഷ തന്നെയാണ് ഇപ്പോൾ കോടതി നൽകിയിട്ടുള്ളത്. 6 പ്രതികൾക്കും 20 വർഷം തടവ്, അതോടൊപ്പം തന്നെ 50,000 രൂപ പിഴ. ഇതാണിപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. ആ വിധി പ്രസ്താവമാണ് ഇപ്പോൾ കണ്ടത്. അതായത് 20 വർഷം കഠിന തടവ് 6 പേർ. ഇതാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ശിക്ഷ. അതായത് പൾസർ സുനിയും അത് 6 പേര് ക്രൈം കമ്മിറ്റ് ചെയ്തായിരുന്നു. ആ 6 പേര് ക്രൈം കമ്മിറ്റ് ചെയ്തവർക്ക് 20 വർഷം ശിക്ഷ. പക്ഷേ ഈ 20 വർഷത്തിൽ 8 വർഷം ഇവർ 8 വർഷം അടുപ്പിച്ച് ജയിലിൽ കിടന്നായിരുന്നു. അപ്പോൾ ഇനി ഇവർക്ക് 12 വർഷം കിട്ടിയാൽ മതി. 12 വർഷവും പിന്നെ 50,000 രൂപ പിഴയും കൊടുത്താൽ മതി. അതിപ്പോൾ സുഖമായി. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് സുഖമായി. എന്ന് വെച്ചാൽ ജയിലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ജയിൽ അറിയാമല്ലോ, 3 നേരം സുഖം ഫുഡ്. പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഭയങ്കര സങ്കടം തോന്നുന്നു. അതായത് 1-ാം പ്രതിക്ക് പോലും പ്രോപ്പറായിട്ടൊരു ശിക്ഷ പോലും കൊടുത്തിട്ടില്ല. ബാക്കിയുള്ള പ്രതികളൊക്കെ ഇതാണെങ്കിൽ 3-ാം പ്രതി, 4-ാം പ്രതി, 5-ാം പ്രതി, 6-ാം പ്രതിക്കൊക്കെ ആണെങ്കിൽ ഈ ശിക്ഷ ഓക്കെ എന്ന് പറയായിരുന്നു. പക്ഷേ ഈ 1-ാം പ്രതി മെയിൻ അക്യൂസ്ഡ് ആയിട്ടുള്ള പൾസർ സുനിക്ക് ശിക്ഷ വളരെ കുറഞ്ഞു പോയെന്ന് ഞാൻ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരാണ് അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ. പിന്നെ ഇതിന് ഗൂഢാലോചന നടത്തിയ ആളും അയാളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതായത് 6-ാം പ്രതി കഴിഞ്ഞിട്ടുള്ള എല്ലാവരെയും വെറുതെ വിട്ടിരിക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഐ ഫീൽ റിയലി സാഡ് ആക്ച്വലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വിക്ടിമിൻ്റെ സൈഡിൽ നിന്നും കൂടെ ഒന്ന് ചിന്തിക്കണം. അവരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അവർ നോക്കുക, അവർ നമ്മുടെ നിയമത്തിൻ്റെ ഇതിൽ വിശ്വസിച്ചിട്ടാണ് ഇപ്പോൾ ഓരോ ഇത് ഭയങ്കര ഹോപ്പ്ഫുള്ളി ആയിരിക്കും പുള്ളിക്കാരി ഇപ്പോൾ പ്രതീക്ഷിക്കുക. അപ്പോൾ പുള്ളിക്കാരി ഈ ന്യൂസ് കാണുമ്പോൾ പുള്ളിക്കാരുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 വർഷം ഇനി ആ കൂടെ 12 വർഷം കിടന്നാൽ മതി. 12 വർഷത്തിൽ നമ്മുടെ ജയിൽ വേറെ 12 വർഷം 50,000 രൂപ പിഴയും. അതാകുമ്പോൾ വലിയ സുഖമല്ല. അത് മെയിൻ റീസൺ, കോടതി പറഞ്ഞ മെയിൻ റീസൺ അതാണ്. നമുക്ക് ഭയങ്കര ന്യൂസിൽ കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. അതായത് പ്രതികളുടെ പ്രായം, അതായത് 40 വയസ്സിൽ താഴെ ആയതുകൊണ്ട് പ്രതികളുടെ പ്രായം കൺസിഡർ ചെയ്തുകൊണ്ട് 20 വർഷത്തേക്ക് ആക്കി. അപ്പോൾ ഇനി അവർക്ക് 12 വർഷം 8 വർഷം കിടന്നുകൊണ്ട് ഇനി 12 വർഷം അടുപ്പിച്ച് കിടന്നാൽ മതി. പിന്നെ വേറൊരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഈ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയ എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷ നൽകരുത് എന്നാണ് പ്രതിഭാഗം ആവശ്യപ്പെടുന്നത്. ഒരേ കുറ്റമാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളതെങ്കിലും കൃത്യത്തിലെ പങ്കാളിത്തം പരിഗണിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും ശിക്ഷ വെവ്വേറെ പരിഗണിക്കണമെന്നായിരിക്കും ഇന്നത്തെ അന്തിമവാദത്തിൽ അവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഒരു തെളിവുമില്ലാതെ ഒരു പ്രതിയെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുക. ഞാൻ പറയുന്ന 6-ാം പ്രതിയുടെ കാര്യമാണ് പറയുന്നത്. ഈ 6-ാം പ്രതി ഒരു ബസ് കണ്ടക്ടർ ആണ് എന്നുള്ള കാര്യം ഈ കേസ് അന്വേഷിച്ച DYSP കോടതി മൊഴി നൽകിയിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത കാര്യം, അദ്ദേഹത്തിൻ്റെ ബസ് റൂട്ട് ഫോർട്ട് കൊച്ചി മുതൽ എടപ്പള്ളി വരിക 8:30 സർവീസ് കഴിയും. കൊള്ളാം. അതായത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്, അത് ഇപ്പോഴും ആൾക്കാർ ഇവനെ പോലെയുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത്, അതായത് ഒരു തെളിവുമില്ലെന്ന്, അത് ഇത്രയൊക്കെ ചെയ്തിട്ട് ഒരു തെളിവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇതേപോലെ അക്യൂസേഷൻ വരുന്ന സമയത്ത് ഭയങ്കര സങ്കടം തോന്നും ഇത് കാണുമ്പോഴത്തേക്കും. പിന്നെ വേറൊരു വീഡിയോ കൊണ്ട് അതും കൂടെ ഒന്ന് കണ്ടേക്കാം. 20 വർഷം ശിക്ഷ 2 തൊട്ട് 6 വരെയുള്ള പ്രതികളുടെ കുടുംബാവസ്ഥ പരിഗണിക്കും എന്ന് പറയുകയാണ്. അതേസമയം 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 376D കൂട്ടബലാത്സംഗം ചുമത്തപ്പെട്ട പ്രതികൾക്ക് 20 വർഷം ശിക്ഷ എന്നുള്ള നിർണായകമായ വിധി പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ട്. ഇവരിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് ഒരാളുടെ കാര്യം പറയാനുണ്ട്. അതായത് നമ്മുടെ അഖിൽ മാരാർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. അതായത് ചെറ്റത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ 916 രീതിയിലുള്ളൊരു ചെറ്റത്തരമാണ് അഖിൽ മാരാർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് പുള്ളിക്കാരൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ ദിലീപിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്, ആയിക്കോട്ടെ. പുള്ളിക്കാരൻ ദിലീപിനെ സപ്പോർട്ട് ചെയ്തിട്ട് യാതൊരു പ്രശ്നവുമില്ല. എന്ന് വെച്ചാൽ കോടതിയാണ് പറഞ്ഞത് ദിലീപ് നിരപരാധിയാണ് പ്രൂവ് ചെയ്തത്. അപ്പോൾ ഓക്കെ, സമ്മതിച്ചു. പുള്ളി സപ്പോർട്ട് ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല. എന്ന് വെച്ച് ഈ നടന്ന ഇൻസിഡൻറ്റ് നടന്നിട്ടില്ലാത്ത രീതിയിൽ ചിത്രീകരിച്ചൊരു എക്സ്പ്ലനേഷനും കൊണ്ടുവരുന്നത് മഹാചരിത്രമാണ്. പുള്ളിക്കാരൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാം വിചാരിച്ചത് ഇത് ഇൻസിഡൻറ്റ് നടന്ന ടെമ്പോ ട്രാവലറിൽ വെച്ചല്ലേ എന്ന് ചോദിച്ചു. ഈ പീഡനം നടന്നത് ഞാൻ ടെമ്പോ ട്രാവലർ എനിക്ക് വ്യക്തമായി അറിയായിരുന്നു, ഇത് വാഹനത്തിൽ തന്നെയായിരുന്നു. ടെമ്പോ ട്രാവലർ ഉണ്ടായിരുന്നു, അതിൽ വെച്ച് ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ നടന്നില്ല, അതുകൊണ്ട് വാഹനത്തിൽ കയറി എന്നാണ് ഉദ്ദേശിച്ചത്. SUV 500 ആണ് വാഹനം. അപ്പോൾ ഈ അഖിൽ മാരാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എങ്ങനെ ഒരു വാഹനത്തിനുള്ളിൽ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യും എന്നാണ് അഖിൽ മാരാറിൻ്റെ ചോദ്യം. അതായത് പുള്ളിക്കാരൻ പറയും, നിങ്ങൾ തന്നെ ഡെമോ ചെയ്ത് നോക്കാൻ. അതായത് നിങ്ങളിപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ വിളിച്ച് പുറകിലത്തെ സീറ്റിൽ ഇരുത്തിയിട്ട് നിങ്ങളൊന്ന് ബലാത്സംഗം ചെയ്ത് ട്രൈ ചെയ്ത് ഡെമോ ചെയ്ത് നോക്കാനാണ് പറയുന്നത്. ഈ അഖിൽ മാരാറിന് 2 പെൺകുട്ടികളല്ലേ ഉള്ളത്. പുള്ളിക്കാരൻ ഇതേപോലെ ഇൻസിഡൻറ്റ് പുള്ളിക്കാരൻ്റെ വീട്ടിൽ നടന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇതേ കാര്യങ്ങൾ പറയുമോ? അതായത് ഇൻസിഡൻറ്റ് നടന്നിട്ട് എന്ത് തെളിവുള്ളത്? പിന്നെ പുള്ളിക്കാരൻ വേറൊരു കാര്യം പൾസർ സുനിയെ കുറിച്ച് പറയുന്നുണ്ട്. അതായത്
പൾസർ സുനി ഈ ഇൻസിഡൻറ്റ് ആദ്യമായിട്ടല്ല നടത്തിയിരിക്കുന്നത്. അത് ഇതേപോലത്തെ പരിപാടി ഇഷ്ടം പോലെ തവണ വീണ്ടും ചെയ്തിട്ടുണ്ടെന്ന് പൾസർ സുനി പറയുന്നുണ്ട്. എൻ്റെ ഒരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കോമൺ ആയിട്ടുള്ള കാര്യം, അതായത് പുള്ളിക്കാരൻ പറയുന്നത് ഇത് ഭയങ്കര ഇത് പ്ലാനിങ്ങോ ഇതൊന്നും അല്ല, ഇതൊരു പ്രോപ്പർ റേപ്പ് തന്നെയാണ്. എന്നിട്ട് റേപ്പ് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ പൈസ ചോദിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പരിപാടി ചെയ്തതെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഈ പൾസർ സുനി പരിചയമില്ലാത്ത ഏതെങ്കിലും നടിമാരുടെ പുറയിലല്ലേ പോകത്തുള്ളൂ? ഈ പരിചയമുള്ളവരുടെ പുറയിൽ എന്തിനാണ് പോകുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഈ നമ്മുടെ അന്നേ സമയത്ത് നമ്മുടെ ഈ ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് നമ്മുടെ വിക്ടിമിൻ്റെ വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ ഈ പുള്ളിക്കാർ ചോദിക്കുന്നുണ്ട്, ഓ ഇത് സുനിച്ചേട്ടനല്ലേ ചോദിക്കുന്നുണ്ട്. അതായത് വിക്ടിം വ്യക്തമായി ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, ഇത് പുള്ളിക്കാരനാണ് വ്യക്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുള്ളിക്കാരൻ പൈസയാണ് ഉദ്ദേശമെങ്കിൽ പുള്ളിക്കാരന് വേറെ ഇഷ്ടം പോലെ നടിമാരുണ്ട്. വേറെ ആരെങ്കിലും വെച്ച് ഇത് ചെയ്തിട്ട് പരിചയമില്ലാത്തവരാരെങ്കിലും അല്ലേ ചെയ്യാൻ നോക്കത്തുള്ളൂ ഇതേപോലെ. അത് പരിചയമുള്ള ആരെങ്കിലും, അതിപ്പോൾ എനിക്കൊരാളെ പരിചയമുണ്ട്, ആ പരിചയമുള്ള ആളെയാണ് ഞാൻ ആദ്യം കിട്ടുന്നത്, അപ്പോൾ എന്നെ വ്യക്തമായി ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. എന്നാൽ പിന്നെ പുള്ളിക്കാരന് വെറുതെ അങ്ങ് കയറിപ്പോയി അത് വീട്ടിൽ കയറി ചെന്നാൽ പോരെ? പരിചയമുള്ള ആരെങ്കിലും ചെയ്യാനാണ് ഇത്രയും കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതായത് ഈ പുള്ളിക്കാരിയായിട്ട് പരിചയം ഉണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് വണ്ടിയും കിണ്ടിയും ഒക്കെ എടുത്ത് പ്ലാൻ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? പുള്ളിക്കാരൻ ഡയറക്റ്റ് അങ്ങ് വീട്ടിൽ പോയി അങ്ങ് ഈ പരിപാടി ചെയ്താൽ പോരെ? അപ്പോൾ ഇതിൻ്റെ പുറയിൽ ഗൂഢാലോചന ഉള്ളത് അഖിൽമാരാറിന് സംഭവം മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ മൂവി ഇൻഡസ്ട്രിയിലാണ്. അതുകൊണ്ട് പുള്ളിക്കാരന് ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള ആക്ടേഴ്സിനെ വെറുപ്പിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ ഗ്രോത്തിനെ അത് അഫക്റ്റ് ചെയ്യും. പുള്ളിക്കാരൻ ഇപ്പോൾ സോപ്പിട്ട് നിൽക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇപ്പോൾ ഇതിന് നല്ലൊരു അഡ്വാൻറ്റേജ്, പുള്ളിക്കാരൻ പിന്നെ ഫ്യൂച്ചറിൽ മൂവീസൊക്കെ കിട്ടും, ദിലീപിൻ്റെ മൂവീസൊക്കെ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ വേറെ കുറേ ഡയറക്ടേഴ്സിന് ഈ ഫേവറബിളായിട്ട് സംസാരിച്ചുകൊണ്ട് പുള്ളിക്ക് അങ്ങനെ കുറേ കരിയർ ഗ്രോത്ത് ഉണ്ടായാണ് പുള്ളിക്കാരൻ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് അഖിൽമാരാറിൻ്റെ സ്വഭാവം വ്യക്തമായി അറിയാം. പുള്ളിക്കാരൻ ഇങ്ങനത്തെ ഇത് പിടിക്കുന്നത്, പുള്ളിക്കാരൻ ഭയങ്കര ഒരു സെൽഫിഷ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് തന്നെയാണ്. പുള്ളിക്കാരൻ ദിലീപിനെ സപ്പോർട്ട് ചെയ്തിട്ട് യാതൊരു കുഴപ്പമില്ല, അതൊക്കെ ദിലീപ് നിരപരാധിയാണെന്ന് കോടതി തന്നെയാണ് പറഞ്ഞത്, ഓക്കെ സമ്മതിച്ചു എന്ന് പറഞ്ഞ് ഈ നടന്ന ഇൻസിഡൻറ്റ് നടക്കാത്ത രീതിയിൽ പോലെ ചിത്രീകരിക്കുകയും അത് ഈ വിക്ടിം വെറുതെ ഫേക്ക് ചെയ്യുന്ന പോലെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് എവിടുത്തെ പരിപാടിയാണെന്ന് എനിക്കറിയാൻ പാടില്ല. അതായത് നിങ്ങളിപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക, അത് ഇതേപോലെ വിളിക്കാം. നിങ്ങളിപ്പോൾ ഒരു പുരുഷനാണെങ്കിൽ ഭാര്യയെ വെച്ച് ടെസ്റ്റ് ചെയ്ത് ഒരു വണ്ടിയുടെ പുറയിൽ വെച്ച് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. ഇത് എന്തൊരു നിങ്ങൾക്ക് തന്നെ ഒരു ചോറിനൊന്നൊരു സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും. ഒരു സ്ത്രീ, പൾസർ സുനി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആരോഗ്യമുള്ള ഒരാളാണ്, അത് അത്യാവശ്യം യങ്ങും അത്യാവശ്യം ഫിസിക്കലി ഫിറ്റായിട്ടുള്ള ഒരാളാണ്. പുള്ളിക്കാരനൊരു പെൺകുട്ടി ഈ പരിപാടി പുള്ളി ആദ്യം ഇടുന്നു തുടങ്ങി. പുള്ളിക്കാരൻ ആക്ച്വലി കുറേ ക്രിമിനൽ റെക്കോർഡ്സ് ഉണ്ട്. ഇതേപോലത്തെ ഒരു ടീം വന്ന് ബാക്ക് ചെയ്യുന്നിട്ട് ഒരു പെൺകുട്ടീനെ 6 പേരുണ്ട്. ഇന്നത്തെ ഒന്നോ രണ്ടോ പേര് ചേർന്ന് കഴിഞ്ഞാൽ ഒരു പെൺകൊച്ചിനെ അടക്കിയിരുത്താൻ വലിയ കഷ്ടപ്പാടൊന്നുമില്ല വണ്ടിയുടെ ബാക്ക് സീറ്റിൽ. ഇതൊന്നും അറിയാണ്ട് ഈ അഖിൽമാരാർ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് എനിക്കറിയാൻ പാടില്ല. പിന്നെ പുള്ളിക്കാരൻ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഇവരുടെ പുറയിൽ ആരുമില്ല. ഇത് ജസ്റ്റ് നോർമൽ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ 3 മെമ്മറി കാർഡ് എന്തിനാ? മറ്റേ രാവിലെ പുട്ടിൻ്റെ കൂടെ കുരച്ച് തിന്നാനാണോ? 3 മെമ്മറി കാർഡ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് എന്തുണ്ടമ്പോ ഇരിക്കുക? രാവിലെ പുട്ടിൻ്റെ കൂടെ ഇങ്ങനെ കുഴച്ച് തിന്നാനാണോ?